ഇന്ന് നമുക്ക് BDF ഉണ്ടാക്കാം. ചില സ്ഥലങ്ങളിൽ ഇതിനെ ബീഫ് ഡ്രൈ ഫ്രൈ എന്നും പറയും കേട്ടോ. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെന്നേ. എന്നാ ഒരു ടേസ്റ്റാണെന്നറിയാവോ? റെസ്റ്റോറൻറ്റ് ടേസ്റ്റിനെക്കാട്ടും അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. കുക്കിംഗ് അറിയാത്തവർക്ക് വരെ ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണ് ഈ BDF എന്നുള്ളത് കേട്ടോ. അതിനായിട്ട് കുറച്ച് വലിയ പീസാക്കിയിട്ട് വേണം ബീഫ് കട്ട് ചെയ്യാൻ. അത് ക്ലീൻ ചെയ്ത് കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഒരു 5-6 വിസിൽ കേട്ടോ. ഇനി വെന്ത ബീഫിനെ നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. ബാലൻസ് നമ്മൾ വേവിച്ച ബീഫിൻ്റെ സ്റ്റോക്ക് കളയൽ ആവശ്യം വരും. ഇനി ഒരു ബൗളിനകത്തേക്കുണ്ടല്ലോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചതച്ച മുളക്, കാശ്മീരി ചില്ലി പൗഡർ, കോൺഫ്ലോറിൻ്റെ പൊടി ഒരു 2 സ്പൂണും ഓരോ സ്പൂൺ വീതം ഗരം മസാലയും പെരിഞ്ജീരകപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ബീഫ് വേവിച്ച ആ ഒരു ബാലൻസ് ബീഫ് സ്റ്റോക്ക് ഉണ്ടല്ലോ അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച നമ്മുടെ ബീഫ് കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു 30 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചോളുക. ഇനി തിളച്ച എണ്ണയ്ക്കകത്തേക്ക് ഓരോന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഡീപ്പ് ഫ്രൈ ആവണ്ട, കാരണം നല്ല ഹാർഡായി പോവും. ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി എണ്ണയ്ക്കകത്ത് കോരാൻ നേരത്തുണ്ടല്ലോ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങ് എടുക്കണം. എന്നാ ഒരു ടേസ്റ്റാണെന്നറിയാമോ? എല്ലാവരും ട്രൈ ചെയ്യണം. ഏറ്റവും എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇഷ്ടപ്പെട്ട എന്താണെങ്കിലും ഫോളോ ചെയ്യണം. അപ്പോൾ അടുത്ത ദിവസം കാണാം. ടാറ്റാ.